മലയാളത്തിൽ നിന്നുള്ള 13ാമത്തെ 100 കോടി ക്ലബ് ചിത്രമായി സർവമായ മാറിയിരിക്കുന്നു. റിലീസ് ചെയ്ത് 10ാം ദിവസമാണ് സിനിമ 100 കോടി ക്ലബിലേക്ക് എത്തുന്നത്. നിവിൻ പോളിയുടെ കരിയറിലെ ആദ്യത്തെ 100 കോടി ക്ലബ് ചിത്രമാണ് സർവമായ. അദ്ദേഹത്തിന്റെ കരിയറിലെ ഒരു കംബാക്ക് ചിത്രമെന്നും സർവമായയെ പറയാം. കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി തുടർ പരാജയങ്ങളിലായിരുന്നു നിവിൻ പോളി. അതിനുശേഷം അദ്ദേഹത്തിന്റെ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചുവരവാണ് സർവമായയിലൂടെ സംഭവിച്ചത്. ബോക്സ് ഓഫീസിൽ മാത്രമല്ല, ചിത്രത്തിലെ നിവിൻ പോളിയുടെ പ്രകടനത്തിനും വലിയ കയ്യടികളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 2012 മുതൽ ഇങ്ങോട്ട് ഒരു 6-7 വർഷത്തോളം മലയാളത്തിൽ തുടരെ ഹിറ്റുകൾ നൽകിയ ഏറ്റവും കൺസിസ്റ്റൻസി ഉള്ള ഒരു നായക നടനായിരുന്നു നിവിൻ പോളി. 2019 ശേഷം തുടർ പരാജയങ്ങളിലായിരുന്നു പിന്നീട് നിവിൻ പോളി ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങളോ ശരാശരി വിജയങ്ങളോ പോലും സ്വന്തമാക്കാൻ കഴിഞ്ഞിരുന്നില്ല. നിവിൻ പോളിയുടെ കാലം കഴിഞ്ഞു എന്ന് എല്ലാവരും കണക്കുകൂട്ടിയെടുത്തു നിന്നാണ് സർവമായയിലൂടെ അദ്ദേഹം ഗംഭീര തിരിച്ചുവരവ് നടത്തിയത്. അതും ഒരു ഫീൽ ഗുഡ് ജോണറിലുള്ള സിനിമയായിട്ടും ബോക്സ് ഓഫീസിൽ വലിയ രീതിയിൽ കളക്ഷൻ നേടി ഞെട്ടിക്കുകയാണ് സർവമായ. ആരും തന്നെ ഇത്രത്തോളം കളക്ഷൻ ഒന്നും കരുതിയിരുന്നില്ല. ഏതാണ്ട് ഒരു 75 കോടിയിലെങ്കിലും സിനിമയുടെ ഫൈനൽ കളക്ഷൻ നിൽക്കുമെന്നാണ് ആദ്യ വീക്കെൻഡ് കഴിഞ്ഞപ്പോൾ കരുതിയത്. എന്നാൽ പിന്നീട് വർക്കിംഗ് ഡേയ്സിൽ ഉൾപ്പെടെ സിനിമ ഗംഭീര പ്രകടനമാണ് നടത്തുന്നത്. നിവിൻ പോളിക്ക് മുൻപ് കാലങ്ങളിൽ ഉണ്ടായിരുന്ന താരമൂല്യത്തിന് ഒരു കോട്ടവും തട്ടിയിട്ടില്ല എന്ന് സർവമായ തെളിയിക്കുന്നുണ്ട്. ആഗോള ബോക്സ് ഓഫീസിലെ പല ടെറിട്ടറികളിലും ഗംഭീര കളക്ഷനാണ് സിനിമ നേടിക്കൊണ്ടിരിക്കുന്നത്. മോളിവുഡ് ബോക്സ് ഓഫീസിലെ മുൻനിര നായകന്മാർക്കിടയിൽ നിവിൻ പോളി തന്റെ സ്ഥാനം വീണ്ടും ഉറപ്പിക്കുകയാണ്. മോഹൻലാലിന് ശേഷം ആഗോള ബോക്സ് ഓഫീസിൽ എല്ലാ ഇടങ്ങളിലും വലിയ രീതിയിൽ കളക്ഷൻ നേടാൻ കെൽപ്പുള്ള നായക നടനായി നിവിൻ പോളി വീണ്ടും സ്ഥാനം ഉറപ്പിക്കുകയാണ്.